വീണ്ടും ക്രിസ്മസ് ചിന്തകളുമായി നാം ദൈവസന്നിധിയിലേക്ക് വരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങളിത് വായിക്കുമ്പോൾ നേരെ ഗലീലയിലേക്ക് വരണം. അരിമത്യ ജോസഫിൻ്റെ കല്ലറയും ജെറുസലേമും ഗദ്സമന തോട്ടവും മർക്കോസിൻ്റെ മാളികമുറിയും എല്ലാം മനസ്സിലേക്ക് വരണം. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പല ആശങ്കകളും നിലനിൽക്കുമ്പോൾ, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ഡെഡ് ബോഡി കട്ടുകൊണ്ടുപോയതാന്നുള്ള കള്ളക്കഥ സകല മീഡിയയിലും ആഘോഷിക്കുമ്പോൾ, ഇതാ യേശു അടുത്തു ചെന്നു എന്ന് പറഞ്ഞാൽ അവൻ സംശയം തീർക്കത്തക്കവണ്ണം പുനരുദ്ധാന ശരീരത്തോടുകൂടെ അടുത്തു ചെന്നു. അവൻ അടുത്തു വരുന്നവനാണ്, അവൻ അടുത്തു വരുന്നവനാണ്. എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു. അവൻ അടുത്തു വരുന്നവനാണ്. പലരും അകന്നു നിൽക്കുമ്പോൾ അവൻ അടുത്തു വരുന്നു. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരസ്ഥനായ ക്രിസ്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നിങ്ങൾ പോകണം, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ സ്നാനങ്ങൾ നടത്തണം. നിങ്ങൾ ഉത്തരാഞ്ചലിലും യു.പിയിലും ജാർഖണ്ഡിലും കാശ്മീരിലും പഞ്ചാബിലും ഹിമാചലിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശത്തിലും തെലങ്കാനയിലും ഉത്തരാഞ്ചലിലും ഒക്കെ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. പക്ഷേ മതപരിവർത്തന നിരോധന ബില്ല് വന്നിരിക്കുകയാണ് മിക്ക സ്റ്റേറ്റുകളിലും. പക്ഷേ സ്നാനങ്ങൾ നടക്കുന്നുണ്ട്, ആയിരക്കണക്കിന് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ തല്ലുകൊണ്ടിട്ടും ഇത് ചെയ്യുന്നു? എന്തുകൊണ്ട് ജയിലിൽ കിടന്നിട്ടും ഇത് ചെയ്യുന്നു? എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരിൽ പലരും ഇപ്പോൾ ഭീഷണിയിലാണ്, തടവറയിലാണ്, കഷ്ടത്തിലാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഉയർത്തെഴുന്നേറ്റവനാണ് പറഞ്ഞത്. മരിച്ചവർ പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വസിക്കേണ്ട കാര്യമില്ല. മരണത്തെ ജയിച്ചവൻ, കല്ലറയെ തുറന്നവൻ, ഉയർത്തെഴുന്നേറ്റവൻ, അടുത്തു വന്നവൻ, അധികാരമുള്ളവൻ കൽപ്പിക്കുന്നു, നിങ്ങൾ പുറപ്പെടുക, സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഒന്നും കൂട്ടിച്ചേർക്കണ്ട. പിന്നെ വചനം പഠിപ്പിക്കാൻ ഇനി അവസരം കിടക്കുക. ജീവിതകാലം മുഴുവൻ അവരെ വചനം പഠിപ്പിച്ചോ, ശിഷ്യരാക്കിക്കോ. പക്ഷെ ശിഷ്യരാക്കിയിട്ട് സ്നാനപ്പെടുത്തണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ബൈബിളിലെ തെളിവുകളൊക്കെ എടുത്തു നോക്കണം. അർദ്ധരാത്രിക്ക് തന്നെ പൗലോസ് തല്ലുകൊണ്ട കിടന്ന ആ സ്ഥലത്ത് കാരാഗ്രഹ പ്രമാണിക്ക് സ്നാനം കൊടുത്തില്ലേ? ഒത്തിരി തെളിവുകളുണ്ട്. അപ്പോൾ അതിനുശേഷം കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കുക. ആകയാൽ ക്രിസ്മസ് സന്ദേശത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു ജനിച്ചു എന്ന് പറഞ്ഞ് നക്ഷത്രവിളക്ക് തൂക്കാനല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്കൊരു സന്തോഷമുള്ള ഒരു ഇത് തൂക്കുന്നതിന് ഞാൻ എതിര് പറയത്തില്ല. എൻ്റെ കൊച്ചിന് ഭയങ്കര ആഗ്രഹമായതും തൂക്കണമെന്ന്, എൻ്റെ മോളുടെ കുട്ടിക്ക്. കാരണം എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ ചെറുതൊരെണ്ണം മേടിച്ചു കൊടുത്തവന്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സാധനം ഒരു പാപമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ലൈറ്റല്ലേ, അതൊരു വിഗ്രഹമല്ലല്ലോ. എന്നാൽ അതുകൊണ്ട് തീരുന്നതല്ല ക്രിസ്മസ് ദൗത്യം. ദൗത്യം ഇതാണ്: പുറപ്പെടുക, സുവിശേഷം അറിയിക്കുക, സ്നാനം കൊടുക്കുക. അതിനെ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നു. ഗാഡ്
ബ്ലസ് യു.